അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളോട് യാത്ര ചോദിക്കുകയാണ്, പക്ഷേ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടാകും. അനഫറതുകും ഇൻദൽ ഹൗദ്, ഹൗദുൽ കൗസറിന്റെ വെള്ളം, ദാഹജലം, ഹിസാബും വിചാരണയും കഴിഞ്ഞ് നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്ന നേരം, നിങ്ങൾ ദാഹിച്ചവശരായി ഹിസാബ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം, ഒരു കപ്പ് ഹൗദുൽ കൗസറിന്റെ മധുരമൂറുന്ന പാനീയം, മൻ ശരിബഹാ ലം യദ്മഅ ബഅദഹാ അബദാ, അതാരെങ്കിലും കുടിച്ചാൽ പിന്നീട് അവർക്ക് ദാഹമേ ഉണ്ടാവില്ല എന്ന് നബി തങ്ങൾ പറഞ്ഞ ആ പരിശുദ്ധമായ പാനീയമാണ് അൽ കൗസർ. ഇന്നാ അഅ്തൈനാകൽ കൗസർ, അതാണ് ഹൗദുൽ കൗസർ. ഞാൻ ആ കൗസറിന്റെ അരികത്തുണ്ടാകും കേട്ടോ, നിങ്ങൾ എന്നെ അവിടെ നോക്കണേ, ഞാൻ അവിടെ ഉണ്ടാകും, ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഞാൻ എന്റെ കാര്യം നോക്കി പോവുകയല്ല, എന്റെ ഉമ്മത്തി. ഇങ്ങനത്തെ ഒരു നേതാവ് ഉമ്മത്തികളെ അവിടുന്ന് സഹാബിമാര് ചോദിച്ചിട്ടുണ്ട്, നബിയേ, ഖിയാമത്ത് എന്ന് പറയുന്നത് ഒരു വലിയ സമ്മേളനമല്ലേ ഓ നബിയേ? എത്ര മനുഷ്യന്മാരുണ്ടാവും അവിടെ? ഒരു 10,000 1,00,000 ആളുകളൊക്കെ വന്നാൽ പരസ്പരം കാണാൻ പറ്റുമോ? ഇല്ല. അപ്പൊ പിറ്റേന്ന് പറയട്ടോ, നീ ആ സമ്മേളനത്തിൽ പോയത്? ഞാൻ ഉണ്ടായിരുന്നു. അയ്യോ, ഞാനുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കണ്ടില്ലല്ലോ, എങ്ങനെ കാണാനാ? സ്വാഭാവികമാണ്, കാണാൻ പറ്റൂല. അവർ ചോദിച്ചു, നബിയെ, ഔവലീങ്ങളും ആഖിരീങ്ങളും ഒരുമിച്ച് കൂടുന്ന അന്ത്യനാളിൽ ഞങ്ങൾക്ക് അങ്ങയെ കാണാൻ ഒക്കുമോ നബിയെ എന്ന് സ്വഹാബിമാർ ഹബീബിനോട് ചോദിച്ചു. ആ ചോദ്യം ഭയങ്കര അത്ഭുതമല്ലേ അത്? അപ്പൊ ഇസ്ലാംകാരി ഈമാൻകാരിയൊന്നും അല്ലത്, അത് ഹുബ്ബാണ് ആ ചോദിക്കുന്നത്. അത് സുന്നത്തോ ഫർളോ അമലിനെ കുറിച്ചല്ല പറയുന്നത്, പിന്നെയോ അതൊരു ഹുബ്ബാണ്, സ്നേഹം. റബീഉൽ അവ്വൽ വരുമ്പോഴാ ഹുബ്ബ്, വേണ്ട വേണ്ട വേണ്ട, ഹുബ്ബ് കൊടുക്കുമ്പോഴേക്ക് നിങ്ങൾ എന്തോ ആയിപ്പോകും എന്ന് പേടിപ്പിക്കുന്നവരെന്ന് അറിയണം. സ്വഹാബിമാർ ഹുബ്ബ് അതിരുകളില്ലാതെ നബിയോട് പ്രകടിപ്പിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവർ ചോദിച്ചു, നബിയെ, ഞങ്ങൾക്ക് നാളെ അങ്ങയെ കാണാൻ കിട്ടുമോ? അതിന് മറുപടി പറഞ്ഞു, നിങ്ങൾ എന്നെ 3-4 സ്ഥലത്ത് നോക്കണേ, ഞാൻ അവിടെ ഉണ്ടാകും. ഒന്നുകിൽ ഹൗദുൽ കൗസറിന്റെ അടുത്ത്, ഞാൻ അവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കണം. നിങ്ങളുടെ നന്മതിന്മകൾ തൂക്കുന്ന തുലാസിന്റെ അരികത്ത്, ഇൻദൽ മീസാൻ, നിങ്ങളുടെ മീസാനിന്റെ നന്മതിന്മകൾ തൂക്കി നോക്കുന്ന നേരത്ത് ഞാൻ അവിടെ ഉണ്ടാകും. അല്ലാഹുവേ, ഇത് എന്റെ ആളുകളാണ്, ഇത് എന്റെ ആളുകളാണ്, എന്റെ മുഹിബ്ബീങ്ങളാണ്, എന്റെ ഉമ്മത്തികളാണ്. റബ്ബേ, ഇളവ് ചെയ്യണേ, നന്മഭാരം തൂക്കണേ, അവരെ നരകത്തിലേക്ക് പറഞ്ഞേക്കല്ലേ എന്ന് പറയാൻ ഞാൻ അവിടെ കാത്തിരിപ്പുണ്ടാകും. മീസാനിന്റെ അരികത്തും നിങ്ങൾ എന്നെ കണ്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ നോക്കേണ്ടത് ഇൻദ സിറാത്ത്, ജിസ്റുൻ മദ്റൂബുൻ അലാ മത്നി ജഹന്നം, നരകത്തിന്റെ മീതെ അല്ലാഹു സ്ഥാപിച്ച ഒരു പാലമാണ് സിറാത്ത്. അഹദ്ദു മിനസ് സൈഫ്, വാളിനേക്കാൾ മൂർച്ചയുള്ളതാണത്, മുടിയേക്കാൾ നേരിയതാണ് എന്ന് ഹദീസിലുണ്ട്. അപ്പൊ നടക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കേണ്ട, ദുനിയാവിൽ നമ്മുടെ കാല് കൊള്ളാൻ മാത്രം സ്ഥലം വേണം നടക്കാൻ.